ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഇന്നുമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട മനോഹരമായ ഒരു പോസ്റ്റ് കേരളം എന്നും നന്ദിയോടുകൂടി ഓർക്കേണ്ട ഒരു വ്യക്തിത്വത്തെ കുറിച്ചായിരുന്നു. അത് മറ്റാരുമല്ല, കേരളം കണ്ട ഏറ്റവും മികച്ച നവോത്ഥാന നായകനായ ചാവറയച്ചൻ എന്ന വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന മഹാത്മാവിനെ കുറിച്ചായിരുന്നു. ചരിത്രം സൃഷ്ടിച്ച കത്തോലിക്ക പുരോഹിതനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഡോക്ടർ ബി ഇക്ബാൽ എന്ന ഇക്ബാൽ ബാപ്പു കുഞ്ഞായിരുന്നു. കോട്ടയത്ത് ആർപ്പൂക്കരയിലെ വീട്ടിൽ ഡോക്ടർ ബി ഇക്ബാൽ താമസിച്ചിരുന്ന കാലത്ത് രാവിലെ നടക്കാൻ പോയിരുന്നത് മാന്നാനത്ത് ചാവറയച്ചൻ സ്ഥാപിച്ച സെയിൻറ്റ് ജോസഫ് പള്ളി വരെയായിരുന്നു. ചികിത്സയുടെ ഭാഗമായുള്ള പ്രഭാത നടത്തമായിരുന്നു അത്. അന്നു മുതൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം താമസം മാറ്റുന്നതുവരെ മിക്ക ദിവസങ്ങളിലും പള്ളി വരെയും തിരിച്ചും നടന്നിരുന്നു. പള്ളിയുടെ മുന്നിലുള്ള 224 പടികളും കയറിയാണ് പള്ളിമുറ്റത്ത് അദ്ദേഹം എത്തിയിരുന്നത്. 2008 ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്ന നടപ്പും പള്ളിയിലെ പടികയറ്റവും വീണ്ടും ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് പുനരാരംഭിച്ചുവെന്ന ഡോക്ടർ ബി ഇക്ബാൽ തന്നെ പറയുന്നു. ബൈപ്പാസ് സർജറിക്ക് ശേഷം മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ പഴയ ജീവിതചര്യകളിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നതിൻ്റെ തെളിവായി തൻ്റെ അനുഭവത്തെ കണക്കാക്കാവുന്നതാണെന്ന് ഡോക്ടർ ബി ഇക്ബാൽ സാക്ഷ്യപ്പെടുത്തുന്നു. ചാവറയച്ചനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇക്കാലത്താണ് എന്ന് ഡോക്ടർ ഇക്ബാൽ പറയുന്നു. കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന CMA സന്യാസ സഭയുടെ സ്ഥാപകൻ എന്ന നിലയിലുള്ള ആത്മീയ ആചാര്യൻ മാത്രമല്ല, കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായിരുന്നു ചാവറയച്ചൻ എന്ന ഡോക്ടർ ബി ഇക്ബാൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു. അച്ഛനെക്കുറിച്ച് എഴുതിയ ജീവചരിത്ര പുസ്തകങ്ങളും ലേഖനങ്ങളും തേടിപ്പിടിച്ച് വായിച്ചപ്പോൾ അച്ഛനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും സുറിയാനി സഭയിൽ നിന്നൊരു നവോത്ഥാന നായകൻ എന്നാണ് പി ഗോവിന്ദപിള്ള ചാവറയച്ചനെ വിശേഷിപ്പിച്ചതെന്ന് ഓർത്തെടുക്കുകയാണ് ഡോക്ടർ ബി ഇക്ബാൽ. അക്കാലത്ത് സർക്കാർ സ്കൂളുകളിൽ പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന സമുദായത്തിൽപ്പെട്ടിരുന്നവരെ ഭക്ഷണവും വസ്ത്രവും പുസ്തകങ്ങളും നൽകി പഠിപ്പിച്ചിരുന്ന ചാവറയച്ചൻ 1846 സ്ഥാപിച്ച ഒരു സ്കൂളുണ്ടെന്നും പള്ളിയോട് ചേർന്ന് ഇന്നും ആ പള്ളിക്കൂടം നിലനിർത്തിയിരിക്കുന്നതായും അച്ഛൻ സ്ഥാപിച്ച സെയിൻറ്റ് ജോസഫ് പ്രസ്സും തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡോക്ടർ ബി ഇക്ബാൽ എഴുതിയിരിക്കുന്നു. പിന്നീട് 2003 കേരള സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന കാലത്ത് ഹോർത്തൂസ് മലബാറിക്യൂസിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തിരുവനന്തപുരത്ത് CMA സഭയുടെ സെയിൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിക്കാൻ കഴിഞ്ഞത് ഈ ബന്ധത്തിന്റെ മനോഹരമായ തുടർച്ചയായി താൻ കാണുന്നുവെന്നും ഡോക്ടർ ബി ഇക്ബാൽ ഓർത്തെടുക്കുകയാണ്. ചാവറയച്ചന്റെ സംഭാവനകളെക്കുറിച്ച് നിരവധി വേദികളിൽ താൻ അക്കാലത്ത് സംസാരിച്ചിരുന്നു. മാന്നാനം പള്ളിയുടെ അടുത്ത് കുടുംബ വീടുള്ള ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഗവർണറായ CV ആനന്ദബോസും കാലടി സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന KS രാധാകൃഷ്ണനുമൊത്ത് ചാവറയച്ചന്റെ സംഭാവനകൾ ചർച്ച ചെയ്ത നിരവധി വേദികളിലെ ഓർമ്മകൾ ഇന്നും മനസ്സിലുണ്ടെന്നും 2014 നവംബർ 23 ഫ്രാൻസിസ് പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിനു ശേഷം പള്ളി അങ്കണത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ സംസാരിച്ചതും മറക്കാനാവാത്ത അനുഭവമായി ഡോക്ടർ ബി ഇക്ബാൽ തൻ്റെ പോസ്റ്റിൽ സ്നേഹസാക്ഷ്യമായി വിവരിക്കുന്നു. 2018 മകൾ അപർണയുടെ മക്കളായ അമീഖയുടെയും അഹദയുടെയും ഒപ്പം പള്ളിയിലെ ചാവറയച്ചന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ നിന്നൊരു ചിത്രവും ഡോക്ടർ ബി ഇക്ബാൽ കുറിപ്പിനൊപ്പം പങ്കുവയ്ക്കുന്നു. അടുത്ത തവണ കോട്ടയം വീട്ടിൽ പോകുമ്പോൾ പഴയ നടത്തം തുടർന്ന് 224 പടികളും കയറി പള്ളിമുറ്റത്ത് എത്തണമെന്നും അവിടെ നിന്ന് തെള്ളകം വരെ നീണ്ടുകിടക്കുന്ന ആ പ്രകൃതി സൗന്ദര്യം കണ്ണിറയെ ആസ്വദിച്ച് നവോത്ഥാന നായകനായ ചാവറയച്ചനോടുള്ള ആദരവ് വീണ്ടും അർപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നതായും പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ബി ഇക്ബാൽ തൻ്റെ ചാവറയച്ചൻ്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെട്ട മണ്ണിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി സന്യാസ സഭയായ CMA സഭയുടെ സ്ഥാപകനായ ചാവറയച്ചൻ ബാല്യകാലം മുതൽ മനുഷ്യ സേവനത്തിനായി തൻ്റെ ജീവിതം സമർപ്പിക്കണമെന്ന് തീരുമാനിച്ച വ്യക്തിത്വമായിരുന്നു. ചാവറയച്ചന്റെ വിദ്യാഭ്യാസ സമൂഹ സേവനങ്ങളിൽ ചിലതായിരുന്നു 1846 കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക ഇംഗ്ലീഷ് സ്കൂൾ. ഓരോ പള്ളിക്കും ഓരോ സ്കൂൾ വേണമെന്ന പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ദരിദ്രർക്കും അനാഥർക്കും വേണ്ടി അനാഥാശ്രമം സ്ഥാപിച്ചു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും
വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ആശയം മുൻകാലത്ത് തന്നെ അദ്ദേഹം പ്രചരിപ്പിച്ചു. സ്നേഹവും സമാധാനവും പ്രചരിപ്പിച്ച ദൈവദാസനായിരുന്ന ചാവറയച്ചൻ നല്ലവൻ നാളെയും നല്ലവനായിരിക്കട്ടെ, നാളത്തെ നന്മയ്ക്കായി ഇന്നത്തെ നന്മ ചെയ്യുക എന്നത് ചാവറയച്ചൻ്റെ ജീവിത മന്ത്രമായിരുന്നു. എന്തായാലും ചാവറയച്ചനെ പോലെ ക്രിസ്ത്യൻ മിഷണറിമാർ നിർമ്മിച്ച അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ സംസ്കാരം ലോകത്തിൻ്റെ ഉന്നതിയിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുവാൻ കാരണമായിട്ടുള്ളത്. കേവലം ഒരു ശിരോവസ്ത്രത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ തന്നെയും ക്രൈസ്തവ മിഷണറിമാരെയും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചിട്ടുള്ള വൈദികർക്കും സന്യാസിനികൾക്കും നേരെ ആക്രോശിക്കുന്നവർക്കും അവരെ അടച്ച് ആക്ഷേപിക്കുന്നവർക്കുമുള്ള ഒരു നല്ല മറുപടി തന്നെയാണ് ഡോക്ടർ ഇക്ബാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ക്രൈസ്തവ മിഷണറിമാർ സ്ഥാപിച്ച് കടന്നുപോയിട്ടുള്ള പലതുമാണ് നാനാ ജാതി മതസ്ഥരായ നമ്മൾ അനുഭവിക്കുന്ന പലതും. ഗോഡ് ബ്ലെസ് യു.